ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ട വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വരാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടി അളന്നിട്ടുള്ള അതേ അളവിൽ തന്നെ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എത്രയാണോ പൊടി എടുത്തിട്ടുള്ളത് അതേ അളവിലാണ് പാൽ ഒഴിച്ചെടുക്കേണ്ടത്. പാലില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വാട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക, വലുതാണെങ്കിൽ 1 മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്ന പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം കൂടിയിട്ട് 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പച്ചമുളക് ഞാനിവിടെ 1 മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ചെറിയ കളറൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതാ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത് കൊണ്ടാണ് മുളക് പൊടി പെപ്പർ പൗഡർ 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഞാൻ ഈ ഒരു പാനിലാണ് സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഏത് പാൻ വേണമെങ്കിലും എടുക്കുക, കുക്കറിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ യൂസ് ചെയ്യുക, അതേപോലെ തന്നെ നെയ്യ് മാത്രമാണെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുക. ഞാനിവിടെ രണ്ടും കൂടെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാറ്ററിൻ്റെ 3/4 ഭാഗത്തോളം ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്
ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ നേരത്ത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുട്ട ഇതേപോലെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല. ചെറുതാക്കിയിട്ട് പീസാക്കി ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫില്ലിങ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ മേലെ കൂടെ ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഒരു സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ എന്തുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ആ മുട്ടയൊക്കെ ഒന്ന് അതിൽ അമർന്ന് നിൽക്കുന്ന രീതിയിലൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതൊന്ന് ആ ഒരു മാവിൽ പ്രസ്സായി കിട്ടാനാണ്. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബാറ്റർ ബാക്കിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് ആ മുട്ട ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ അതവിടെ നിന്നോളും. ഇതൊരു മേലെ ഒരു കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സാധാരണ ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 6-5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മറുഭാഗം നമുക്കൊന്ന് മറിച്ചിടണം. അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് പ്ലേറ്റിൽ എടുത്തിട്ട് അതിൻ്റെ മറുഭാഗം അതേപോലെ തന്നെ ചട്ടിയിലേക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ ആ ഭാഗവും നമുക്ക് വെന്ത് കിട്ടും. അതൊരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണിത്. നമ്മുടെ പോളയുടെ അതേ ഒരു ടേസ്റ്റിലാണ്. എന്നാൽ അത്ര നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. ഒരു തവണ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.